എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ ഇടയിലൊരു കമൻറ്റ് കാണാറുണ്ട് സ്ഥിരം. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ മലയാളം വായിക്കാൻ വെറും അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രം മലയാളം വായിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മൾ അതിൻ്റെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ചിഹ്നങ്ങൾ പഠിക്കുന്നുണ്ട്, കൂട്ടക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നെ ചില്ലക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു 44 സൗണ്ട്സ് ഉണ്ട്. ആ സൗണ്ട്സ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില CBSE സിലബസുകളിൽ ഇത് കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് സൗണ്ട്സ് 44. അതിൽ വവൽ സൗണ്ട്സ് 12 എണ്ണമുണ്ട്. പിന്നെ ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 8 എണ്ണമാണ്. കോൺസണൻസ് 24. അപ്പോൾ അതിലുള്ള ഈ 44 സൗണ്ട്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് വവൽ സൗണ്ട്സ് ആണ്. വവൽ സൗണ്ട്സിൽ 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ ഒരു 4 എണ്ണത്തെ നമുക്ക് പരിചയപ്പെടാം. അത് മലയാള അക്ഷരങ്ങളുടെ സ്വരാക്ഷരങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റിലേത്തത് ആ സൗണ്ടാണിത്. അത് മലയാളത്തിൽ തന്നെ എഴുതിയത് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ മലയാളം കൂടെ ചേർത്തിട്ടുള്ളത്. അടുത്തത് അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടെ നോക്കാം. നമ്മൾ ബസ് എങ്ങനെ എഴുതിയിട്ടില്ല, അതിങ്ങനെ ആന്ന് വരുന്നത് ഈ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ BUS എന്ന് എഴുതിയാലും ബസ് എന്ന് വായിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയാണ്. നിങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. BUS എന്ന് എഴുതിയിട്ട് നമ്മൾ ബസ് എന്ന് വായിക്കാൻ കാരണം അത് ഇതുപോലെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബസ് എന്ന് വായിക്കുന്നത്. ഇനി അടുത്തത് ഫാം. നമ്മൾ ഒരിക്കലും തെറ്റിക്കാറില്ല. ഫാം FARM. അത് ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യലില്ലല്ലോ. അത് ഇങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക. ഇതാ ഇപ്പുറത്ത് ഉള്ളതുപോലെ ഈ തന്നിരിക്കുന്നത് പോലെ ട്രാൻസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമ്മളിത് തെറ്റാണ്ട് ഫാം തന്നെ വായിക്കുന്നത്. അവിടെ സൈലൻ്റ് ആയിരിക്കാൻ കാരണവും അതുകൊണ്ടാണ്. ഇനി അടുത്ത അക്ഷരം സിറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു മാറ്റമൊന്നുമില്ല. സിറ്റ് ട്രാൻസ്ക്രിപ്ഷനിലും ശരിക്കും എഴുതിയിരിക്കുന്നതും സിറ്റ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് സി എന്നാണ്. ഓക്കെ, താങ്ക് യു.